പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ച. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദോദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങയുടെ മക്കള് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന നിന്റെ വിശുദ്ധമായ തിരുരക്തത്താലും നീ ജീവൻ ചൊരിഞ്ഞ് നേടിയ നിന്റെ മക്കളെ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കള് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന കർത്താവെ, അവരെല്ലാവരും എന്ത് ഉണർവോടും ഉന്മേഷത്തോടുകൂടിയാണ് കർത്താവെ ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ എഴുന്നേൽക്കുന്നത്. അതിലോട് നിൽക്കുന്നവർ ഇപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കുളിച്ചൊരുങ്ങി നിൽക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കർത്താവെ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, നിൻ്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വരുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിരിയുന്ന ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാഭിഷേകങ്ങളോട് കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ്, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കർത്താവ്, നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു. കർത്താവ്, നിന്റെ നാമത്തെ അറിയാൻ ഇടയാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു.
കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കരുണ മാത്രം അർഹിക്കുന്ന മക്കള്, അങ്ങയുടെ കരുണ ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കാൻ ആരുമില്ല, നല്ല ഉപദേശം തരാൻ ആരുമില്ല. ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെയെല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്ന് പറഞ്ഞ വചനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളവരെ ആശീർവദിക്കുന്നു. പക്ഷേ കർത്താവേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് നീ അറിയണമേ ഈശോയെ. ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ, പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ. കർത്താവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥയെ തന്നതിന് നന്ദി പറയുന്നു. അമ്മയെ ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും ആവശ്യിക്കട്ടെ. കർത്താവ്, പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട്. ജീവിതം നീന്തി തളരുന്നത് പോലെ, എന്നിട്ടും മറുകര കാണാത്ത പോലെ, മുങ്ങിപ്പോകാൻ പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണവരുണ്ട്. അപ്പോഴും കൈ ഉയർത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട്. 10 ദിവസത്തിന് കൈ ഉയർത്തിയപ്പോൾ നീ കൈ പിടിച്ച് അല്പവിശ്വാസി എന്ന് വിളിച്ചെങ്കിൽ പോലും അവനെ നീ രക്ഷിച്ചെടുത്തു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് 10 ദിവസത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പായി. ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത്. ഞങ്ങളുടെ വിശ്വാസം ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിൻ്റെ കരുണ ആവശ്യത്തിലേറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, നീ കാണിക്കുന്ന കരുണയോട് നന്ദി പറയുന്നു. കർത്താവ്, രോഗികളെ, പീഡിതർ, പ്രയാസമുള്ളവർ, ഭാരമുള്ളവർ, ഇന്ന് വിവിധ യാത്രയ്ക്കും ജോലിക്കും പോകുന്നവർ, സാമ്പത്തിക പണമിടപാടുകൾക്ക് പോകുന്നവർ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും, അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവരും, ഇന്ന ആളിനോട് ഇന്ന കാര്യം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന്, വസ്തു സംബന്ധമായ കാര്യങ്ങൾ, വീട് സംബന്ധമായ കാര്യങ്ങൾ, വാടക സംബന്ധമായ കാര്യങ്ങൾ, ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരുടെ ഹൃദയവത്വം നീ അറിയണമേ കർത്താവ്. അവർക്കെല്ലാം ഒരു അലട്ടമില്ല സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള മാർഗവും വഴി നീ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഒത്തിരി പേര് പണം കൊടുത്തതിന് ശേഷവും പല സ്ഥാപനങ്ങളിൽ പണം ഇട്ട് നിക്ഷേപിച്ചതിന് ശേഷവും പണം തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ പാടില്ലാതെ ഒത്തിരി അധ്വാനിച്ചുണ്ടാക്കിയ പണം കർത്താവ് ചതിപ്രയോഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പണം തിരിച്ചു കിട്ടണം കർത്താവ്. അല്ലെങ്കിൽ അവർക്ക് നിക്കക്കളി, കാണാതെ പോയ വസ്തുക്കൾ, കാണാതെ പോയ വ്യക്തികൾ, കാണാതെ പോയ സമ്പത്ത് എല്ലാം തിരികെ ലഭിക്കണം ഈശോ. അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങ് കൊടുക്കുകയും അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് അവർ സാക്ഷ്യം പറയാൻ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ്. ബാക്കിയുള്ളവരെ കൂടെ നീ സന്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു വിഷയത്തിൻ്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടും. അത് വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണേ, ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചു നിലവിളിക്കണേ, കൊച്ചിന് വയറുവേദനയാണ്, കൊച്ചിന് വേറെ വല്ല അസുഖമാണ് എന്നൊന്നും കൊച്ചിന് അറിയത്തില്ല. പക്ഷേ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപ്പൊന്നുമില്ല. അമ്മയ്ക്കറിയാം കൊച്ചിന് ഉറക്കത്തിൻ്റെ സമയമായെന്ന്. അവിടെ ഉറക്കണമെങ്കിൽ പാല് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ സത്യം അതാണ്. അപ്പം അമ്മ കൂളാണ്. അതുകൊണ്ട് കാര്യം ഇവിടെ തിരക്കിലാണ് അമ്മ ഇരിക്കുന്നത് കൊണ്ട് മാത്രമേ അത് നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ കുഞ്ഞിനെ വെക്കൊണ്ട് പോകും, പാല് കൊടുക്കും, കുറച്ച് ഉറങ്ങും, ചാപ്റ്റർ ക്ലോസ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി. പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം അതിന് സത്യം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക ഉള്ളത്. അപ്പം സത്യം അറിയാനുള്ള മാർഗം എന്താണ്? യേശുക്രിസ്തുവിനെ അറിയുക എന്തിനാണ്? ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അത് അറിയണമെങ്കിലേ, അത് വായിക്കണമെങ്കിലേ സങ്കീർത്തനം 103:7 വായിച്ചേ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. ഇവിടെ എന്താ പ്രശ്നം അറിയാമോ? അതായത് അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും, പ്രവൃത്തികൾ ഇസ്രായേലിനും വെളിപ്പെടുത്തി. അപ്പോൾ ഈ രണ്ട് കക്ഷികളുടെ അവസ്ഥ നോക്കിയേ.
ഒരാൾ സ്ട്രേറ്റ് ഫോർവേഡാണ്, കൂളാണ് അയാൾ. ഇടയ്ക്ക് മലയിലൂടെ കയറി പോകുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും അയക്കില്ല. അത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പം ജനങ്ങളെന്താണ്? ജനങ്ങൾ ഭയങ്കര, ചിലർക്ക് എന്ത് രക്ഷപ്പെടും. ഈ കൊടുത്ത കാളക്കുട്ടിയെ കണ്ടപ്പോൾ ഇതാണ് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ദൈവം എന്ന് പറഞ്ഞ് അവർ അതിനെ ആരാധിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ അവർ ചില സമയത്ത് പറയും, നീ ഞങ്ങൾ ഈജിപ്തിലോട്ട് പറഞ്ഞു വിട്, ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ചും സവാളയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഓർക്കുമ്പോൾ കൊതി കൂർന്ന് ഞങ്ങൾ ചാകും. ചിലപ്പോൾ ഞങ്ങളെ കൊല്ലാനാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടാൽ യോഹന്നെ, ഇതൊക്കെ കേട്ടാൽ മോശസ് മൈൻഡ് ചെയ്യത്തില്ല. സംഖ്യ 12:3 വായിച്ച്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ഇതെന്ത് സംഭവം അറിയാവോ? എല്ലാവരും ഇത് പറയാം, പക്ഷേ ഈ സംഖ്യ 12:3 മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. എന്തുകൊണ്ടാണ് സൗമ്യനായത് പുള്ളി? സൗമ്യത എന്ന് പറയണത് ശാന്തതയല്ലേ? ശാന്തതയല്ല, മറിച്ച് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് സൗമ്യത എന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് കാത്തിരിക്കുന്ന സ്നേഹം. സഹിക്കുന്ന സ്നേഹം, കാത്തിരിക്കുന്ന സ്നേഹം കൂടി ചേരുമ്പോഴാണ് ക്ഷമ വരണത്. എല്ലാം കോമ്പൗണ്ടാണ് ശരിക്കും പറഞ്ഞത്. അതായത് സഹിക്കുന്ന സ്നേഹം, സൗമ്യത, സൗമ്യതയുടെ കൂടെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞാൽ പ്രത്യാശ, സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ക്ഷമയാവും. അപ്പം അതിൻ്റെ ഇതൊക്കെ ഉണ്ട്, സ്നേഹമുണ്ട്, പിന്നെ എന്താണ്, പ്രത്യാശയുണ്ട്, പിന്നെ എന്താണ്, സഹനമുണ്ട്. അപ്പം സഹിക്കുന്ന സ്നേഹം, സൗമ്യത പ്ലസ് പ്രത്യാശ, ക്ഷമ. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന് പറയുമ്പോൾ എന്താണ്? മോശ നല്ല ശരിക്കും ദൈവസ്നേഹം അനുഭവിച്ചതെന്ന് അർത്ഥം. നല്ല ശരിക്കും ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം അനുഭവിക്കാത്ത ഒരാളിന് രക്ഷാകരമായ സൗമ്യത എല്ലാവർക്കും ഉണ്ടായി. പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കും സൗമ്യതയില്ലേ? ഇറച്ചി കഴിക്കുന്ന എല്ലാവരും ചട്ടക്കാരും കൊട്ടക്കാരുമാണ്. പക്ഷെ അതല്ല സുവിശേഷവിഹിതമായ സൗമ്യത, അതല്ല, അത് ആധ്യാത്മികമാണത്. അതായത് ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗമ്യതയാണ്. കാര്യം സത്യമൊക്കെയറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം എന്താ പറയണത്? ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികളെ, ഇപ്പം എന്താണ് ചെയ്യണത്? കൽമഴ പെയ്യണത്, പിന്നെ ജോർദാൻ പിളർത്തുന്നു, ചെങ്കട പിളർത്തുന്നു. ഇവരിങ്ങനെ അത്ഭുതങ്ങളും അടയാളം കാണുന്നുണ്ട്. അടയാളം കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് സൗമ്യതയില്ല. ഇവർ പറയും ഞങ്ങൾ ഈജിപ്തിൽ പോകണം, ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചച്ചട്ടിയെ കാണുമ്പോൾ വിഷമം തരണം, ഞങ്ങൾക്ക് കൊതി ഓർന്നു, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന ഇവിടേക്ക്. ദേ ആർ ഡിസ്റ്റർബ്ഡ്. പക്ഷേ മോസസ് ഡിസ്റ്റർബ്ഡ് അല്ല, മോസസ് സൗമ്യനാണ്. എന്താ കാര്യം? സങ്കീർത്തനം 103:7 എന്താ പറയണമെന്ന് വെച്ചാൽ, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും. അവിടെ വിഷയം സത്യം ആണ്ടാ, സത്യമാണ്. വഴിയെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തികൾ, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വഴികൾ. അപ്പോൾ ദൈവമായ കർത്താവ്, നമ്മൾ ഇതിൻ്റെ കൂടെ നിയമാവർത്തനം 8:3 ചേർത്ത് വായിക്കേണ്ടത്. ഭയങ്കര രസമാണ്. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അതാണ് സത്യം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കണ്ട, ഇത്രയും വചനം ഇന്റർകണക്റ്റഡ് ആണ് ഇതുമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ എങ്ങനെയാണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ ആരാണ് സ്വതന്ത്രരാക്കിയിരിക്കുന്നത്? മോശയാണ് സ്വതന്ത്രമാക്കിയിരിക്കുന്നത്, അല്ലേ? 8:30 യോഹന്നാൻ്റെ 8:32 അനുസരിച്ചിട്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ ആരാണ് സ്വതന്ത്രമാക്കിയിരിക്കുന്നത്? മോസസാണ് സ്വതന്ത്രമായിരിക്കുന്നത്. എന്താ കാര്യം? മോസസിനെ കുറിച്ചാണ് പറയണത്. എന്താ പറയണത്? അതായത് മോശ സംഖ്യാപുസ്തകം 12:3 എന്താണ്? ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു. എന്തുകൊണ്ടാണ് കാര്യം?
സൗമ്യതയിൽ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? സ്നേഹമുണ്ട്, അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമായ സൗമ്യതയുണ്ട്, പിന്നെ പ്രത്യാശ കലർന്ന ക്ഷമയുണ്ട്. അത്രയും കാര്യം എങ്ങനെയാണ് മോസസിനുണ്ടായത്? മോസസ് സത്യം അറിയാവുന്നത് കൊണ്ടാണ്. സത്യം എന്താ അറിയേണ്ടത്? സത്യം എന്താണ്? നിയമാവർത്തന പുസ്തകം 8:3 സത്യം കിടക്കുന്നത്. എന്താണ്? അവിടുന്ന് നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് എന്താണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെയായിരുന്നു ഇവരെ, എടുത്തുചാട്ടക്കാരും മുൻകോപികളും ഒക്കെയായിരുന്നു. ഇവരെ എളിമപ്പെടുത്തി, ചാട്ടം കുറക്കണമല്ല, എളിമപ്പെടുത്താനും. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇവന്മാർ പറയണത് ഈജിപ്തിലെ ഇറച്ചി ചട്ടി എന്ന് അവിടുത്തെ അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതൊന്നുമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ജീവിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ്. ആ സത്യം ആർക്കറിയാം? മോസസിനറിയാം. അതുകൊണ്ട് മോസസ് എന്തായി? സ്വതന്ത്രനായി, സൗമ്യനായി. അപ്പോൾ ഒരു വിഷയമെന്ന് പറയണത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ കള്ളുകൂടിയായാലും സംശയമായാലും അതുപോലെ തന്നെ നിൻ്റെ മക്കളുടെ ചില സമയത്ത് ചില വ്യത്യാസം കാണിക്കുന്നതും അതുപോലെ തന്നെ പല നമുക്ക് ഒരിക്കലും നിരക്കാനാവാത്ത പ്രണയബന്ധങ്ങളിൽ പോയി കുരുങ്ങിയൊക്കെ ചെയ്യും. ചിലർ സ്മോളടിക്കും കുടുംബത്തിന്, ചിലർ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ എല്ലാ ക്ലേശങ്ങളും വരുമ്പോൾ അയ്യോ ഞങ്ങളോട് ദൈവം ഇങ്ങനെ ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കുന്ന ആൾ, അങ്ങനെയല്ല. നിങ്ങൾ അവൻ പറയുമ്പോൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. ഈശോ അത് തന്നെയാണ്. യൂദാസ് ഒറ്റി കൊടുത്താലും പിലാത്തോസ് കൈ കഴുകാലും പിതാവിനോട് പറഞ്ഞത് എന്താ? പിതാവ് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ദാറ്റ് ഈസ് അവർ റോൾ. അതാണ് എൻ്റെ സത്യം. അതാണ്. അപ്പം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളിലും, എല്ലാ ക്ലേശങ്ങളും ആത്മീയ വളർച്ചയ്ക്ക്. ഓക്കെ, ഞാൻ ആൾക്കാരോട് പറയുവേ, ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. ഈ വിഷയത്തെക്കുറിച്ച് സത്യം അറിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടത്തില്ല. ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് അബൌട്ട് ദിസ്, യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.